കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് പറയാൻ പോന്ന കഥയെ ഒരു നാടോടി കഥയാണ്. ഏത് നാടാണെന്നോ? ജപ്പാൻ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നാടിനെ പറ്റി? അന്നാട്ടിലെ ഒരു നല്ല കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ കഥയിലെ ഹീറോ ആരാണെന്നറിയോ? ഒരു ആന. ആനക്കഥ കേട്ടാലോ? ഒരു വലിയ ആന. ആനയുടെ പേര് ഗുറോംബ. ഒരു കുട്ടി ആനയായിരിക്കുമ്പോൾ നമ്മുടെ ഗുറോംബയ്ക്ക് കാട്ടിൽ വെച്ച് വഴിതെറ്റി. അങ്ങനെ അവൻ നാട്ടിലെത്തപ്പെട്ടു. അതോടുകൂടി അവന്റെ താമസം നാട്ടിലായി. ഗുറോംബയ്ക്ക് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമാ. എന്താ കാര്യം എന്നറിയോ? അവന്റെ അമ്മയെ കാണണമെന്ന് തോന്നും. അമ്മ കുട്ടിക്കാലത്ത് എപ്പോഴും ഒരു പാട്ട് പാടുമായിരുന്നു. ആ പാട്ട് അവന് വലിയ ഇഷ്ടമായിരുന്നു. ആ പാട്ട് എങ്ങനെയാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ഗുറോംബയ്ക്ക് അമ്മ പാടിക്കൊടുക്കാറുണ്ടായിരുന്ന ആ പാട്ട്. ജാപ്പനീസ് പാട്ട്. ഈ പാട്ടിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കുഞ്ഞാനേ കുഞ്ഞാനേ, നിനക്ക് എങ്ങനെയാ ഇത്രയും വലിയ തുമ്പിക്കൈ കിട്ടിയത്? അപ്പൊ കുഞ്ഞാനെ എന്തു പറയും? എന്റെ അമ്മയ്ക്കും വലിയ തുമ്പിക്കൈയാണുള്ളത്, അതുകൊണ്ടാണ് എനിക്കും വലിയ തുമ്പിക്കൈ കിട്ടിയത്. ഇതായിരുന്നു ആ പാട്ട്. പിന്നീട് അമ്മയുടെ അടുത്ത് നിന്നും വഴി തെറ്റി നാട്ടിലെത്തിയപ്പോഴും ഗുറുംബ എപ്പോഴും ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഗുറോംബയെ നോക്കാൻ ആരുമില്ല, ഗുറോംബയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഗുറോംബയെ കുളിപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ കുളിക്കാതായപ്പോ അവൻ അടുത്തു വരുമ്പോൾ വലിയ ദുർഗന്ധമാണ്. അയ്യോ, ഈ ആനയെ കുളിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ? നാട്ടുകാര് പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അവസാനം അവരുടെ തീരുമാനം എടുത്തു. നമുക്കവനെ നദിയിൽ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് തേച്ചു കുളിപ്പിക്കാം. അങ്ങനെ നാട്ടുകാരിൽ കുറച്ചു പേർ ചേർന്ന് നമ്മുടെ ഗുറോംബയെ നദിയിലേക്ക് കൊണ്ടുപോയി നന്നായി നിറയെ വെള്ളം കോരിയൊഴിച്ച് കുളിപ്പിച്ചു. ആഹാ, കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുറോംബ സുന്ദരക്കുട്ടനായി. നാട്ടുകാർ സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ ഗുറോംബയ്ക്കും വലിയ സന്തോഷായി. ഓ, എന്ത് സ്നേഹമുള്ള ആൾക്കാരാ! അവരെന്നെ കുളിപ്പിച്ചത് കണ്ടില്ലേ? എനിക്കും എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മുടെ ഗുറോംബ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ജോലി ചെയ്ത് നാട്ടുകാരെ സഹായിക്കാം. ജോലി ചെയ്യാൻ സഹായം വല്ലതും വേണോ? ഗുറോംബ ഇങ്ങനെ ചോദിച്ച് നടക്കാൻ തുടങ്ങി. ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ അടുത്തെത്തിയപ്പോൾ കടക്കാരൻ വിളിച്ചു പറഞ്ഞു, ഹേയ് ഗുറോംബ, എനിക്ക് സഹായം ആവശ്യമുണ്ട്, ഇങ്ങോട്ട് പോരെ. ഗുറോംബ ഉത്സാഹത്തോടുകൂടി കടയിലേക്ക് ചെന്നു. അതെ, എനിക്ക് പുറത്തു പോയി കുറച്ച് ജോലിയുണ്ട്. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും നീ ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടാക്കി വെക്കുമോ? പിന്നെന്താ, ഞാൻ റെഡി എന്ന് പറഞ്ഞു നമ്മുടെ ഗുറോംബ. കടക്കാരൻ പുറത്തേക്ക് പോയി. ഗുറോംബ എന്തു ചെയ്തെന്നോ? അവിടെ ഇരുന്ന മാവ് മുഴുവൻ എടുത്ത് ഒരു വലിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കി. കടക്കാരൻ തിരികെ എത്തിയപ്പോൾ വലിയ ബിസ്ക്കറ്റ് കാരണം അകത്ത് പോലും കയറാൻ പറ്റുന്നില്ല. ഓ ഗുറോംബ, നീ എന്താണ് ഈ ചെയ്തത്? എന്താ ഗുറോംബ ഈ കാണിച്ചത്? എനിക്ക് ഒരു വർഷം ഉണ്ടാക്കാനുള്ള ബിസ്ക്കറ്റിന്റെ മാവ് മുഴുവൻ എടുത്ത് ഒരൊറ്റ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയോ? നിന്നെ കൊണ്ട് തോറ്റു. നീ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ട, നിന്റെ സഹായവും എനിക്ക് വേണ്ട, പൊക്കോ എന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗുറോംബ ഷോംബോരി. ഈ ഷോംബോരി എന്ന ജാപ്പനീസ് ഭാഷയിൽ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവന് വലിയ സങ്കടം തോന്നി. കടക്കാരൻ വഴക്കു പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഷോംബോരി സങ്കടപ്പെട്ട് നമ്മുടെ ഗുറോംബ ഇങ്ങനെ നടക്കുകയാണ്. എങ്കിലും അവൻ ചോദിക്കുന്നുണ്ട്,
ആർക്കെങ്കിലും സഹായം വേണോ? ആർക്കെങ്കിലും സഹായം വേണോ? അപ്പോഴാണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നയാൾ പറഞ്ഞത്, ഹേയ് ഗോറോമ്പ, എനിക്ക് സഹായം വേണം. നീ വരാമോ? എന്നെ പാത്രമുണ്ടാക്കാൻ സഹായിക്കാമോ? ആ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോറോമ്പ ഉത്സാഹത്തോടു കൂടി പാത്രക്കടയിലേക്ക് പോയി. കടക്കാരൻ അത്യാവശ്യ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി പുറത്തേക്കും പോയി. ഗോറോമ്പ എന്ത് ചെയ്തെന്നോ? പാത്രമുണ്ടാക്കി. വലിയ ഒരു പാത്രം. ഹോ, ഒരു ഭീമൻ പാത്രം. കടക്കാരൻ തിരികെ വന്നപ്പോൾ അതാ കടയേക്കാളും വലിയ ഒരു പാത്രം. ഈ പാത്രത്തിന്റെ വലിപ്പം കാരണം കടക്കാരൻ അകത്ത് കയറാനും പറ്റുന്നില്ല. ഗോറോമ്പ, നീ എന്താണ് ഈ ചെയ്തത്? എന്ത് വലിയ പാത്രമാണ് ഉണ്ടാക്കിയത്? എന്ത് മണ്ടത്തരമാണ് നീ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. അപ്പോ ഗോറോമ്പയ്ക്ക് എന്ത് തോന്നിക്കാണും? ഷോംബോരി സങ്കടമായി. ഗോറോമ്പ താൻ ഉണ്ടാക്കിയ വലിയ പാത്രവും എടുത്ത് നടക്കാൻ തുടങ്ങി. കുറേ ദൂരം വീണ്ടും പോയപ്പോഴുണ്ട് ഒരാൾ പിയാനോ ഉണ്ടാക്കുന്നു. പിയാനോ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് ഗോറോമ്പ ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണോ? വേണം, ഞാനൊരാളെ നോക്കിയിരിക്കുകയായിരുന്നു ഗോറോമ്പ, നീ തക്ക സമയത്താണ് വന്നത്. ഗോറോമ്പ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യാൻ തുടങ്ങി. കടക്കാരൻ ഒന്ന് പുറത്തേക്ക് പോയി. അയാൾക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ടായിരുന്നു. ഗോറോമ്പ ഒരു വലിയ പിയാനോ ഉണ്ടാക്കി. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പിയാനോ. കുറെ നേരം കഴിഞ്ഞപ്പോൾ കടക്കാരൻ വന്നു. ഹേ ഗോറോമ്പോ, നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇത്രയും വലിയ പിയാനോ ആൾക്കാർക്ക് വായിക്കാൻ പറ്റുമോ? ഇതാരും വാങ്ങില്ല. നിന്റെ സഹായം എനിക്ക് വേണ്ട, ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞ അയാളും നമ്മുടെ ഗോറോമ്പോയെ വഴക്കു പറഞ്ഞയച്ചു. ഗോറോമ്പോ ഷോംബോരി സങ്കടപ്പെട്ട് വീണ്ടും ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോഴാണ് ഷൂ ഉണ്ടാക്കുന്നയാള്. അയാള് പറയാണ്, ഓ, എന്തുമാത്രം ജോലിയാ, സഹായത്തിന് ഒരാളെയും കിട്ടാനില്ല. ഇത് കേട്ടതും ഗോറോമ്പ പറഞ്ഞു, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോറോമ്പ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഓ, വരൂ ഗോറോമ്പ, എനിക്ക് സഹായം വേണം. നീ ഈ ഷൂ ഒന്നുണ്ടാക്കാമോ? ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഉടനെ മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. ഗോറോമ്പ ഷൂ ഉണ്ടാക്കി. വലിയ ഒരു ഷൂ. ഓ, ആ ഷൂവിനകത്ത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർക്കും താമസിക്കാം. അത്രയും വലിയ ഒരു ഷൂ കടക്കാരൻ തിരികെ വന്നു. ഈ വലിയ ഷൂ കണ്ടതും അയാൾക്ക് ദേഷ്യം വന്നു. നീ ഇതാർക്ക് വേണ്ടിയിട്ടാ ഗോറോമ്പ ഈ ഷൂ ഉണ്ടാക്കിയത്? ഇതാർക്കെങ്കിലും കാലിലിടാൻ പറ്റുമോ? നിന്റെ സഹായം എനിക്ക് വേണ്ട, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ അയാളും ഗോറോമ്പോയെ തിരിച്ചയച്ചു. ഗോറോമ്പോ ഷോംബോരി സങ്കടപ്പെട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോറോമ്പോ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലിയ ബിസ്ക്കറ്റും വലിയ പ്ലേറ്റും വലിയ പിയാനോയും വലിയ ഷൂവുമായിട്ട് അങ്ങനെ പോകുമ്പോഴുണ്ട് ഒരമ്മ. ആ അമ്മയ്ക്ക് 5-6 കുട്ടികളും. ഓ, അമ്മയാണെങ്കിൽ കുട്ടികളുടെ പിന്നാലെ ഓടി നടക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോറോമ്പോ ഇങ്ങനെ വരുന്നത്. ഗോറോമ്പോയെ കണ്ടതും അമ്മ ചോദിച്ചു, ഹേ ഗോറോമ്പോ, എന്നെ ഒന്ന് സഹായിക്കാമോ? ദേ, കുറച്ചു നേരം എൻ്റെ കുട്ടികളെ ഒന്ന് കളിപ്പിക്കാമോ? എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. എനിക്ക് ആഹാരം ഉണ്ടാക്കണം, ഇവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കിയിടണം. നീ ഒന്ന് സഹായിക്കാമോ? ഗോറോമ്പയ്ക്ക് വലിയ സന്തോഷമായി. കാരണം ഗോറോമ്പയ്ക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അവരുടെ കൂടെ കളിക്കുന്നത് അതിലേറെ സന്തോഷം. ഗോറോമ്പോ എന്ത് ചെയ്തെന്നോ? താൻ കൊണ്ടുവന്ന വലിയ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. അവരതിൽ കുറെ കഴിച്ചു, കുറെ വെച്ച് കളിച്ചു. അതിനുശേഷം തന്റെ വലിയ പ്ലേറ്റില്ലേ, ആ പ്ലേറ്റിൽ നിറയെ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നൊഴിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് കുളിക്കാനുള്ള നീന്തൽ കുളമാക്കി കൊടുത്തു. കുട്ടികൾ മതിയാവോളം അതിൽ കുളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനൊരിടം വേണം. ഗോറോമ്പോ എന്ത് ചെയ്തെന്നോ? തന്റെ വലിയ ഷൂ കൊടുത്തു. കുട്ടികളെല്ലാവരും അതിനകത്ത് കയറി നിന്ന് തങ്ങളുടെ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി. അതിനുശേഷം ഗോറോമ്പോ അവർക്ക് തന്റെ വലിയ പിയാനോ കൊടുത്തു. കുട്ടികൾ അത് നല്ല ഒരു കളിപ്പാട്ടമായി കണ്ട് അതിൽ ചാടി മറിഞ്ഞ് കളിച്ചു.
അവരങ്ങനെ ആ പിയാനോയിലൂടെ ചാടിമറിഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ല മനോഹരമായ ശബ്ദം പുറത്തേക്ക് വന്നു. ഗുറോമ്പയ്ക്ക് വലിയ സന്തോഷമായി, കുട്ടികൾക്കും സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി, ഇത് കണ്ട നാട്ടുകാർക്കും സന്തോഷമായി. ഹായ്, ഗുറോമ്പയുടെ കിൻഡർ ഗാർട്ടൻ കണ്ടില്ലേ? എന്ത് സന്തോഷത്തിലാണ് അവിടെ കുട്ടികൾ കളിക്കുന്നത്. ഇനി ഈ നാട്ടിലെ എല്ലാ കുട്ടികളെയും ഗുറോമ്പോ തന്നെ നോക്കട്ടെ, അവർ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഗുറോമ്പോ കുട്ടികളുടെ കിൻഡർ ഗാർട്ടൻ നടത്താൻ തുടങ്ങി. ഇഷ്ടപ്പെട്ടോ കുഞ്ഞുമണികളെ ഈ നാടോടി കഥ? നമ്മുടെ ജപ്പാനിൽ നിന്നുള്ള നാടോടി കഥ. സങ്കടം വരുമ്പോ ഗുറോമ്പ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഷോംബോരി ഷോംബോരി. കുഞ്ഞുമണികളെ, ഇന്നത്തെ കഥയോടൊപ്പം കുറച്ചുപേരുടെ പേരുകൾ കൂടി പറയാനുണ്ട്. പറയട്ടെ. ഓസ്ട്രേലിയയിൽ നിന്നും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ഹനാൻ ആൻഡ് ഇയാൻ, ഹനുക്കുട്ടൻ, ഇച്ചുക്കുട്ടൻ, രണ്ടുപേരും നമ്മുടെ കഥകൾ കേട്ട് ആസ്വദിക്കുന്നു എന്ന് അമ്മ പറഞ്ഞു. വളരെ സന്തോഷം. ലാന്യ അഖിൽ എന്ന മിടുക്കിക്കുട്ടി, അമൽ എം അൻസൽ എന്ന മിടുക്കൻ കുട്ടൻ, റയാൻ മോൻ ഒരു കഥ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കഥ പറയണം എന്നാ പറഞ്ഞേന്നോ? അത് ഞാൻ ഇപ്പൊ പറയില്ല, പിന്നെ പറയാം. ഓക്കെ, റയാൻ മോൻ പറഞ്ഞ കഥ മറ്റൊരവസരത്തിൽ തീർച്ചയായിട്ടും പറയുന്നതാണ്. പിന്നെ ഐഡൻ, ലൂക്ക, അസി എന്ന ലൂക്കാച്ചൻ, ലൂക്കാച്ചോ നിറയെ സ്നേഹം കേട്ടോ. ഖയാൽ എന്നൊരു ചക്കരക്കുട്ടൻ, നീപാഞ്ജന പി ധനീഷ് എന്നൊരു ചക്കരക്കുട്ടി, ഉത്തര ഉജ്വൽ എന്ന തങ്കിക്കുട്ടി, ജൊനാഥൻ എന്ന ജോക്കുട്ടൻ, ആദ്യക്കുട്ടി എന്ന കുഞ്ചുവും, അദ്വിക്കുട്ടൻ എന്ന അച്ചുക്കുട്ടനും. എല്ലാ ചക്കരക്കുട്ടികൾക്കും നിറയെ സ്നേഹം. ചക്കരകൾക്ക് ചക്കരയുമ്മ ഉമ്മ. അപ്പോ ഇനി വീണ്ടും ഒരു കഥയുമായി നമുക്ക് കാണാം. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുമണികളുടെ പേരുകൾ ഇതുപോലെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ. അതിനുള്ള മാർഗം അവിടെ പറയാം. ഓക്കേ. സോ സാൻ, സോ സാൻ, ലാ ലാ